അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മസ്താൻ KV അബൂബക്കർ മാസ്റ്റർ പൊന്നാനിയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ സൂഫി കവിതകളിൽ നിന്ന് ഏതാനും ചില വരികളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പലരും നമ്മളെ മക്കാറാക്കള് പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കള്, പലരും നമ്മളെ പിരാന്തനാക്കള്. തുടരും ഞാനീ പോക്ക്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. ആരെന്ത് കളിയാക്കിയാലും, ആരെത്ര നമ്മൾ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും, ഞാൻ എൻ്റെ അള്ളാഹുവിലേക്കുള്ള, എൻ്റെ അനന്തമായ എൻ്റെ സത്തയിലേക്കുള്ള, അള്ളാഹുവിലേക്കുള്ള ആ യാത്ര ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ആരെത്ര കളിയാക്കിയാലും ഞാനത് അവസാനിപ്പിക്കുകയില്ല. ഞാൻ ഹക്ക് വിളിച്ചു പറയുമ്പോൾ ആരെന്നെ എത്ര ചീത്ത വിളിച്ചാലും, എൻ്റെ ഹക്കിനെതിരിൽ ആരെന്തു വാദിച്ചാലും ഞാൻ ആ ഹക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ആ ഹക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരെന്ത് എത്ര എതിർത്താലും അതിനെ അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാവുകയില്ല. മനിൽ മുഖ്ലിസ്, ആരാണ് ആത്മാർത്ഥതയുള്ളവൻ? പവിഴപ്പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണ്. പവിഴപ്പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണ്. പനിനീർ ചോലകളെന്നു നിരീച്ചത് കണ്ണീർ ചാലുകളാണ്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. നമ്മുടെ കണ്ണുകളിൽ പവിഴപ്പുറ്റുകളും ഏറെ ഏറെ മുന്തിയതായിട്ട് നമുക്ക് തോന്നുന്നത്, നമ്മുടെ ജീവിതയാത്രയിൽ പലതും മുന്തിയതായിട്ട്, വളരെ മികച്ചതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അത് നമ്മുടെ സാധാരണ നഫ്സിൽ നിന്ന് നമുക്ക് തോന്നുന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹുവിയത്തിലേക്കുള്ള ആ യാത്രയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഉയർന്ന തലത്തിൽ ഉന്നതമായിട്ട് കാണുന്ന പലതും അതൊക്കെ പാമ്പിൻ പുറ്റുകളാണ്. അഥവാ അതെല്ലാം ചളിച്ചേറുകൾ മാത്രമാണ്. നമുക്ക് മുന്നിൽ നമ്മുടെ ആഖിറത്തിലേക്ക്, നമ്മുടെ സത്തയിൽ എത്തിച്ചേരുന്ന ആ വഴിയിലേക്ക് അതൊന്നും തന്നെ ഉപകാരപ്പെടുകയില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന ചളിച്ചേറുകളിൽ ചീഞ്ഞളിഞ്ഞുകൊണ്ട് നമ്മുടെ നഫ്സിനെ തകർക്കാൻ നമ്മൾ തയ്യാറാകരുത് എന്ന് മാത്രമാണ് ഈ കവി നമ്മളെ വാക്കുകളിലൂടെ നമ്മോട് പറയുന്നത്.
പട്ടണ വീതിയിലൂടെ ഓട്ടോ കാറുകൾ പായും നേരം, പട്ടണ വീതിയിലൂടെ ഓട്ടോ കാറുകൾ പായും നേരം, വിഡ്ഢിപ്പാട്ടും പാടി നടക്കണ പട്ടിണി തൻ കോലങ്ങൾ, വിഡ്ഢിപ്പാട്ടും പാടി നടക്കണ പട്ടിണി തൻ കോലങ്ങൾ, പട്ടണ വീതിയിലൂടെ ഓട്ടോ കാറുകൾ പായും നേരം, പട്ടണ വീതിയിലൂടെ ഓട്ടോ കാറുകൾ പായും നേരം, വിഡ്ഢിപ്പാട്ടും പാടി നടക്കണ പട്ടിണി തൻ കോലങ്ങൾ, വിഡ്ഢിപ്പാട്ടും പാടി നടക്കണ പട്ടിണി തൻ കോലങ്ങൾ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ കഴുകന്മാരുണ്ടിവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ കഴുകന്മാരുണ്ടിവിടെ, കയ്യിൽ കിത്താബേന്തി നടക്കണ കാട്ടാളന്മാരുണ്ടിവിടെ, കയ്യിൽ കിതാബേന്തി നടക്കണ കാട്ടാളന്മാരുണ്ടിവിടെ, ചിതറിയോടുന്ന തിരക്കിലാണ്ടുപോയ ജനസമൂഹത്തിനിടയിലൂടെ ഒരു തിരക്കുമില്ലാത്ത വാഹനമേറിക്കൊണ്ട് അവരങ്ങനെ നടന്നു പോകും. ആ വാഹനത്തിലേറിക്കൊണ്ട് എന്തൊക്കെയോ പൊള്ളയായ വാക്കുകളെന്ന് വിചാരിക്കപ്പെടുന്ന വാക്കുകളാൽ അവരിങ്ങനെ പാട്ടുപാടും. അവരാണ് സൂഫികൾ, അവരാണ് സൂഫികൾ. തിരക്കിലോടുന്ന ജനസമൂഹത്തിന് മുന്നിലൂടെ വിഡ്ഢികളായി പട്ടിണിക്കോലങ്ങളായി അവരിങ്ങനെ നടന്നു പോകും. എന്നാൽ അള്ളാഹുവിൻ്റെ ഹുവിയത്തിൻ്റെ ആ ഒരു അനന്തസത്തയിൽ അലഞ്ഞു ചേർന്ന അവര് സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഹുവിയത്തിനാൽ അള്ളാഹുവിൻ്റെ സത്തയാൽ വയറ് നിറഞ്ഞ് കൊഴുത്ത് തടിച്ചവരായിരിക്കും. നമ്മുടെ കണ്ണുകളിൽ അവർ വെറും പട്ടിണിക്കോലങ്ങൾ മാത്രമായിരിക്കും. അള്ളാഹുവിൻ്റെ ഇൽമുകളെ മനസ്സിൽ സദാ ധ്വനിച്ചുകൊണ്ട് ഇൽമുകളെ ഇങ്ങനെ നുകർന്ന് അള്ളാഹുവിൻ്റെ ഹുബിയത്തിൽ ഇവർ എത്തിച്ചേരും. അമ്മാറത്തും ബിസ്സൂഇന്റെ ചളിയിലൂട്ടപ്പെട്ട ചേറിലൂട്ടപ്പെട്ട ശരീരത്തിൽ നിന്ന് ലവ്വാമയും മുൽഹിമയും കടന്ന് അള്ളാഹുവിൻ്റെ ഹുബിയത്തിൽ അവർ എത്തിച്ചേരും. അമ്മാറത്തും ബിസ്സൂഇന്റെ മോശത്തരത്തിന്റെ സൂഇയത്തിന്റെ തിരമാല ലവ്വാമയിലേക്കും മുൽഹിമയിലേക്കും കടന്നു ചെല്ലുമെങ്കിലും അതിനെയെല്ലാം വകഞ്ഞു മാറ്റി അള്ളാഹുവിൻ്റെ ഹുബിയത്തിലേക്ക് അവർ എത്തിച്ചേരും. ആ യാത്രയിൽ അവരിങ്ങനെ കണ്ണുമടച്ച് തപസ്സിന്റെ രൂപത്തിൽ അവരിങ്ങനെ ഇരിക്കുമ്പോ ജനസമൂഹം അവരെ പൊട്ടന്മാരെന്ന് വിളിക്കുമെങ്കിലും നമുക്കത് മനസ്സിലാകില്ല. അവര് സൂഫിസത്തിന്റെ അള്ളാഹുവിന്റെ ഹുബിയത്തിന്റെ യാത്രയിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിനിടയിലൂടെ അങ്ങനെ നടന്നു പോകുന്ന ഒരു പറ്റം ആളുകളെ, പട്ടിണിക്കോലങ്ങളെ നമ്മൾ ഒരിക്കലും പിരാന്തന്മാരെന്ന് വിളിച്ചു പോകല്ലേ എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.